10,000 കോടിയുടെ നിക്ഷേപം സംബന്ധിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഒരു അവകാശവാദം കൂടി പൊളിയുന്നു. ടാറ്റ ആർട്സൺ മലബാർ സിമന്റ്സ് സംയുക്ത സംരംഭമായ വൻകിട ബോട്ട് നിർമ്മാണ യൂണിറ്റ് UDF സർക്കാരിൻ്റെതാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം നുണയാണെന്ന് തെളിഞ്ഞു. പദ്ധതി LDF സർക്കാരിന്റെ കാലത്തേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. 10,000 കോടി രൂപയുടെ ടാറ്റ നിക്ഷേപ കഥ ടാറ്റ തന്നെ നിഷേധിച്ചതോടെ വെട്ടിലായ മുഖ്യമന്ത്രി ഒരു വിശദീകരണക്കുറിപ്പ് ഇന്നലെ പുറത്തിറക്കിയിരുന്നു. അതിലെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു മലബാർ സിമന്റ്സ് ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് സംയുക്ത സംരംഭം. UDF സർക്കാരിൻ്റേത് എന്ന പേരിൽ മുഖ്യമന്ത്രി അവകാശപ്പെട്ട പദ്ധതി പുതിയതല്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവന്നത്. LDF സർക്കാരിൻ്റെ കാലത്ത് P. രാജീവ് വ്യവസായ മന്ത്രിയായിരിക്കെ ധാരണാപത്രം ഒപ്പുവെക്കുകയും പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. 500 കോടി രൂപ മുതൽ മുടക്കുള്ള ബോട്ട് നിർമ്മാണ യൂണിറ്റാണ് പദ്ധതി. 2025 ഫെബ്രുവരി 19 പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവാണിത്. പദ്ധതി നടപ്പാക്കുന്നത് പോർട്ട് ട്രസ്റ്റിൽ നിന്നും 10 വർഷങ്ങൾ മുമ്പ് മലബാർ സിമന്റ്സ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ. സംയുക്ത സംരംഭത്തിൽ മലബാർ സിമന്റ്സിൻ്റെ ഓഹരിയായി ഭൂമിയുടെ മൂല്യമായ 58 കോടി രൂപ. ടാറ്റ ടെക്നോളജീസിൻ്റേതാണ് സാങ്കേതികവിദ്യ. ഭൂമി കൈമാറ്റം പൂർത്തിയായതോടെ ഇതിനകം പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. 2026 ഫെബ്രുവരിയിൽ തന്നെ ഇതിനുള്ള എല്ലാ അനുമതിയും ലഭിച്ചിരുന്നുവെന്നതിൻ്റെ രേഖകളും പുറത്തുവന്നു. ഈ പദ്ധതിയാണ് UDF സർക്കാരിൻ്റെ നേട്ടമെന്ന് അവകാശപ്പെട്ട് മുഖ്യമന്ത്രി പത്രക്കുറിപ്പിറക്കിയത്. ടാറ്റയുടെ 10,000 കോടിയുടെ നിക്ഷേപ കഥ പൊളിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ പറഞ്ഞ പകരം പദ്ധതി LDF സർക്കാരിൻ്റേതായിരുന്നു എന്ന് മാത്രം. ഇത് ഇൻവെസ്റ്റ് കേരള സബ്മിറ്റിൽ ആർട്സൺ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ മലബാർ സിമന്റ്സും തമ്മിൽ MOU ഒപ്പുവയ്ക്കുന്നതാണ്. അല്പ സത്യസന്ധത കാണിക്കണ്ടേ? കഴിഞ്ഞ ഗവൺമെൻറ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളും അവരും നമ്മളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നല്ലേ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? അതിന് പകരം എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് മാറേണ്ടതുണ്ടോ? കൊച്ചിൻ ഷിപ്പ്യാർഡും ഹ്യുണ്ടായി കമ്പനിയും സംയുക്തമായി ആരംഭിക്കുന്ന മറ്റൊരു പദ്ധതി ഇതേ കാലത്ത് LDF സർക്കാരിൻ്റെ മുൻകൈയിൽ തുടക്കം കുറിച്ചിരുന്നു. 3,700 കോടി രൂപ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ധാരണാപത്രം 2025 സെപ്റ്റംബറിലാണ് ഒപ്പുവെച്ചത്. ഇതിൻ്റെയും ഭൂമി കൈമാറ്റം പൂർത്തിയായി. ഉടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്ന പദ്ധതിയും UDFൻ്റെ കണക്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.